കാരോലിൻ ക്ലെയർ ലെവിറ്റ് ഒരു അമേരിക്കൻ രാഷ്ട്രീയ വക്താവാണ്. രണ്ടാം ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ 2025 മുതൽ 36ാമത് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്നു. റിപ്പബ്ലിക്കൻ പാർട്ടി അംഗമായ അവർ 2022 തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്നു. സെന്റ് ആൻസൽ കോളേജിൽ നിന്ന് രാഷ്ട്രീയവും കമ്മ്യൂണിക്കേഷനും പഠിച്ച ലെവിറ്റ് സ്കൂൾ പത്രത്തിനായി എഴുതുകയും ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ക്ലബ് സ്ഥാപിക്കുകയും ചെയ്തു. അവർ വൈറ്റ് ഹൗസ് ഓഫീസ് ഓഫ് പ്രസിഡൻഷ്യൽ കറസ്പോണ്ടൻസിയിൽ ഇന്റേണായി ജോലി ചെയ്യുകയും പിന്നീട് അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായി മാറുകയും ചെയ്തു. 2020 ജൂണിൽ ലെവിറ്റ് അസിസ്റ്റന്റ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറിയായി. 2020 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് പരാജയപ്പെട്ടതിന് ശേഷം ന്യൂയോർക്ക് കോൺഗ്രസ് വനിത എലിസ് സ്റ്റെഫാനിക്കിന്റെ കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടറായി അവർ മാറി. 2021 ജൂലൈയിൽ ന്യൂ ഹാംഷെയറിലെ ആദ്യത്തെ കോൺഗ്രസ് ഡിസ്ട്രിക്റ്റിലേക്കുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് തിരഞ്ഞെടുപ്പിനുള്ള തൻ്റെ പ്രചാരണം ലെവിറ്റ് പ്രഖ്യാപിച്ചു. ട്രംപ് അനുകൂല സ്ഥാനാർത്ഥിയായി അവർ സ്വയം സ്ഥാപിച്ചു. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ക്രിസ് പാപ്പസിനോട് പരാജയപ്പെട്ടെങ്കിലും റിപ്പബ്ലിക്കൻ പ്രൈമറിയിൽ ലെവിറ്റ് വിജയിച്ചു. ട്രംപിൻ്റെ സൂപ്പർ PAC ആയ മാഗ ഇൻകോർപ്പറേറ്റഡിൻ്റെ വക്താവായി അവർ സേവനമനുഷ്ഠിച്ചു. 2024 അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ പ്രസ് സെക്രട്ടറിയായി. ന്യൂസ് മാക്സിൻ്റെ റോബ് ഫിന്നട്ടിയുമായുള്ള വെള്ളിയാഴ്ച അഭിമുഖത്തിനിടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ പ്രസ് സെക്രട്ടറി കാരോലിൻ ലെവിറ്റിനെ ചില പ്രത്യേക വാക്കുകൾ കൊണ്ട് അഭിനന്ദനങ്ങൾ നൽകി. തൻ്റെ ഭരണത്തിലെ അവരുടെ പ്രകടനത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ ട്രംപ് ലെവിറ്റിൻ്റെ മുഖത്തെയും ചുണ്ടുകളെയും കുറിച്ച് അഭിപ്രായപ്പെട്ടു. അവൾ ഒരു നക്ഷത്രമായി മാറിയിരിക്കുന്നു, അദ്ദേഹം പറഞ്ഞു. ആ മുഖമാണ്, ആ തലച്ചോറാണ്, ആ ചുണ്ടുകളാണ്, അവ ചലിക്കുന്ന രീതി, അവൾ ഒരു മെഷീൻ ഗണ്ണ് പോലെയാണ് അവ ചലിപ്പിക്കുന്നത്. ലെവിറ്റ് മുറിയിലുണ്ടെന്ന് മനസ്സിലാക്കിയ ട്രംപ് അവളൊരു നക്ഷത്രമാണെന്ന് പിന്നെയും പറഞ്ഞു. ലെവിറ്റ് ഒരു മഹത്തായ വ്യക്തിയാണെന്ന് അദ്ദേഹം തുടർന്നു പറഞ്ഞു. കരോലിൻ ലെവിറ്റിനേക്കാൾ മികച്ച ഒരു പ്രസ് സെക്രട്ടറി മറ്റാർക്കും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ കരുതുന്നു. അവർ അതിശയകരമായ ഒരു വ്യക്തിയാണ് എന്ന് ട്രംപ് പറഞ്ഞു. 2019 വൈറ്റ് ഹൗസ് ഇന്റേണായും കറസ്പോണ്ടന്റ് ഓഫീസ് സ്റ്റാഫായും ട്രംപ് ഭരണകൂടത്തിൽ ജോലി ചെയ്യാൻ തുടങ്ങിയ ലെവിറ്റ് 2025 ജനുവരിയിൽ വെറും 27 വയസ്സുള്ളപ്പോൾ ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസ് സെക്രട്ടറിയായി ചരിത്രം സൃഷ്ടിച്ചു. അതേ ദിവസം സമാധാന ഉടമ്പടികളെക്കുറിച്ചുള്ള വൈറ്റ് ഹൗസ് പത്രസമ്മേളനത്തിൽ ലെവിറ്റ് തൻ്റെ ബോസിനെ പ്രശംസിച്ചു. പ്രസിഡന്റ് ട്രംപിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് ലെവിറ്റ് പറഞ്ഞു. പ്രസിഡന്റ് ട്രംപ് തൻ്റെ 6 മാസത്തെ ഭരണകാലത്ത് ഒരു സമാധാന കരാറോ ഒരു വെടിനിർത്തലോ അങ്ങനെയുള്ള പല കാര്യങ്ങളും പ്രതിമാസം ഒന്നെങ്കിലും ചെയ്യാറുണ്ടെന്ന് അവർ പറഞ്ഞു. തായ്ലൻഡും കംബോഡിയയും ഇസ്രായേലും ഇറാനും റുവാണ്ടയും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയും ഇന്ത്യയും പാകിസ്ഥാനും സെർബിയയും കൊസോവോയും ഈജിപ്തും എത്യോപ്യയും തമ്മിലുള്ള സംഘർഷങ്ങൾ ഉൾപ്പെടെ നിരവധി ആഗോള ഹോട്ട്സ്പോട്ടുകളിലെ നയതന്ത്ര പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിൽ ട്രംപിൻ്റെ പങ്കാളിത്തമുണ്ടെന്ന് ലെവിറ്റ് ചൂണ്ടിക്കാട്ടി. നിലവിൽ ട്രംപിൻ്റെ ട്രാൻസിഷൻ ടീമിൻ്റെ വ്യക്തമായി പ്രവർത്തിക്കുന്ന കരോലിൻ തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് തന്നെ ജനങ്ങളുടെയും പാർട്ടി നേതൃത്വത്തിൻ്റെയും ശ്രദ്ധ ആകർഷിച്ചിരുന്നു. വിജയപ്രഖ്യാപനത്തിനിടെ കരോലിൻ്റെ പ്രവർത്തനങ്ങളെ ട്രംപ് പ്രകീർത്തിക്കുകയും ചെയ്തു. ചരിത്രപ്രധാനമായ തൻ്റെ പ്രചരണത്തിൽ ദേശീയ പ്രസ് സെക്രട്ടറി എന്ന നിലയിൽ കരോലിൻ ലെവിറ്റ് അസാധാരണമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചതെന്നും അതുകൊണ്ട് തന്നെ അവരെ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറിയായി പ്രഖ്യാപിക്കുന്നതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും ട്രംപ് പറഞ്ഞു.